ഈ പരീക്ഷ കഴിഞ്ഞുള്ള കുട്ടികളുടെ ഓട്ടം ഇനി അവധിക്കാലത്തേക്കാണ്. പരീക്ഷയുടെ സമ്മർദ്ദത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് കുട്ടികൾക്ക് ഇനി വരുന്ന അവധിക്കാലം. കണ്ണൂർ ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ഹർഷിൽ അച്ഛനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. ഹർഷിലിനൊപ്പം ഞങ്ങളുടെ അർജുൻ കല്യാടും ചേർന്നിട്ടുണ്ട്. അർജുൻ കല്യാട്, ഹർഷിലിന്റെ വീട്ടിലെത്തിയോ എന്ന് നമുക്ക് നോക്കാം. എക്സാം കഴിഞ്ഞപ്പോൾ നല്ല പ്രതീക്ഷയല്ലേ, ഓരോന്ന് ചിലത് പ്രതീക്ഷ കുറവാ. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഇനിയത്തെ കലാപരിപാടി എങ്ങനെയാണ്? ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, ഇനി കളിക്കാൻ പോകണം, എന്തല്ലോ പിന്നെ ഉത്സവം. അപ്പോൾ എങ്ങനെയാണ് ഇനി വീട്ടിലേക്ക് അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ വന്നിട്ടുണ്ട്. എല്ലാവരും കൂട്ടാൻ വരണം എന്നുള്ളത്. അതെ, പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ പാഠപുസ്തകമൊക്കെ അടച്ചു വെച്ച് അടിച്ചു പൊളിയുടെ കാലമാണ്, അതായത് അവധിക്കാലം. പരീക്ഷ കഴിഞ്ഞ് ഹോളിയും യൂണിഫോമിൽ പരസ്പരം ഒപ്പിട്ടുമൊക്കെ ആഘോഷിച്ച ആ അവസാന പരീക്ഷാ ദിവസം ഇപ്പോൾ അങ്ങനെ ഒരു ആഘോഷമില്ല. പരീക്ഷ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ കുട്ടികളെ കൂട്ടാൻ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വരണം എന്ന് നേരത്തെ തന്നെ അധ്യാപകരും PTA ഭാരവാഹികളുമൊക്കെ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മോനെ കൂട്ടാൻ വരണം ഇന്നലെ രക്ഷിതാക്കള് കുട്ടികളെ കൂട്ടിയിട്ട് വീട്ടിലെത്തിക്കണം എന്നല്ല ഇതുണ്ട്, ഇന്നലെ ഗ്രൂപ്പിലിട്ടതാണ്. കുട്ടികളൊക്കെ ഇത്രയും കാലം വീട്ടിലിരുന്നിങ്ങനെ പഠി, ഇനിയിപ്പോൾ വെക്കേഷൻ തുടങ്ങാൻ ഇനിയിപ്പോൾ ഇവരെ പിടിച്ചാൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. ആ ഒരു അവസ്ഥയിലാന്നില്ലേ. നേരെ വീട്ടിലേക്ക് ചെക്കനെ ഫുഡെല്ലാം എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ? പോകുന്ന വഴിക്ക് ബിരിയാണി കഴിക്കാന്നോ അല്ലെ ഐസ്ക്രീം വാങ്ങി തരാന്നോ? അങ്ങനെയൊന്നും ഇല്ല അപ്പ, എപ്പം ബിരിയാണി എല്ലാം മേടിച്ചു കൊടുക്കുന്നില്ലേ. ചോറൊക്കെ ആക്കി വെച്ചു ആക്കി വെച്ചിട്ടുണ്ടോ? പോയിട്ട് വേണം നല്ല വൃത്തിക്ക് ഒന്ന് ഇരുന്ന്. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ വീട്ടിലേക്ക് ഓക്കെ അങ്ങ് പോവാല്ലേ? ശരി, പുറകെ തന്നെ നമ്മളങ്ങ് ഓക്കെ. കളിയും കളിയിടങ്ങളുമൊക്കെയുള്ള പഴയ കാലമൊന്നുമല്ല. മൊബൈലും ലഹരിയും കുറ്റകൃത്യങ്ങളും അരങ്ങ് തകർക്കുന്ന കാലം കൂടിയാണ്. അച്ഛനും അമ്മയ്ക്കും മക്കളോട് മിണ്ടാൻ പോലും സമയം കിട്ടാത്ത തിരക്കിൻ്റെ കാലം. അവിടെ അച്ഛൻ്റെ പുറകിലിരുന്നുള്ള ഈ കാണുന്നത് പോലുള്ള ബൈക്ക് യാത്ര ഒരു വലിയ സന്തോഷമാണ്, സുഖമുള്ള കാഴ്ചയാണ്. ചെക്കൻ പരീക്ഷയിലും കഴിഞ്ഞ് വന്നിട്ട് കാണുന്നില്ല. എന്നാൽ ചെക്കന് പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോൾ തിന്നാനുള്ള നല്ല എന്നാ ആക്കി വെച്ചിന് വെള്ളരിക്കോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. എന്നാ സ്പെഷ്യൽ മീൻ പൊരിച്ചിനി, മീൻ അല്ല നല്ല മീൻ തന്നെ. കുരുത്തക്കട കളിച്ചാൽ പറഞ്ഞാൽ കേൾക്കും. ലേശം കുരുത്തക്കടലും വേണ്ടല്ലേ? അതെ വേണ്ടേ. അമ്മക്ക് എത്ര വയസ്സായി? എനിക്ക് 70 വയസ്സായി. എനിക്കെത്ര വയസ്സായി? എനിക്ക് 15. ഏകദേശം ഒരു 50 കൊല്ലം മാറ്റമുണ്ടല്ലേ? എന്തായാലും അർച്ചിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ വീട്ടിലുണ്ടാവില്ല എന്നുള്ള പരാതിയാണ് അച്ഛനും അതുപോലെ തന്നെ അമ്മമ്മൊക്കെ എല്ലാം ഉള്ളത്. പരീക്ഷയുടെ കാലം കഴിഞ്ഞു, ഇനി അവധിക്കാലമാണ്. റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തുടർ പഠനങ്ങളുടെ സ്വപ്നങ്ങൾ കൂടി മെനഞ്ഞെടുക്കാനുള്ള കാരണമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിക്കലേക്കാണ് അർച്ചിലിനെ പോലെ എല്ലാ വിദ്യാർത്ഥികളും ഇനി നടന്നു നീങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.